നമസ്കാരം. രാജ്യത്തെ ജനങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ്. കാരണം അവിടെ ഇപ്പോൾ സൈനിക അഭ്യാസങ്ങൾ നടക്കുകയാണ്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നാവികസേനയുടെ ഒരു വമ്പൻ സൈനിക അഭ്യാസങ്ങൾ, അതായത് ഒരു സൈനിക പ്രകടനമാണ് നടക്കുന്നത്. ഡിസംബർ 3-നാണ് അതിനൊരു തിരശ്ശീല വീഴാൻ പോകുന്നത്. ഇത് ശത്രുരാജ്യത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യൻ നേവി തന്നെ ഇപ്പോൾ നൽകുന്നത്. അപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വലിയൊരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ ഒരു സുരക്ഷാ വാർത്ത, സുരക്ഷാ ഭീഷണി തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ബംഗാളിയുടെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് മിലിറ്ററി സ്റ്റേഷനുകളിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ. ക്യാമ്പിനുള്ളിലൂടെ കിലോമീറ്ററോളം നടന്ന ശേഷമാണ് മിലിറ്ററി പോലീസ് ഇയാളെ കാണുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. ഇത് വലിയ രീതിയിലൊരു സുരക്ഷാ വീഴ്ചയാണ്. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണോ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണോ കേരളത്തിൽ നിൽക്കുന്നത് എന്നൊന്നും ആർക്കും ഒരു രേഖയും ഇല്ല. നമ്മുടെ പോലീസിന് പോലും സർക്കാരിന് പോലും ഇതിനെപ്പറ്റി ഒരു രേഖയുമില്ല. ബംഗാളികളുണ്ട്, അവരെയൊക്കെ ഓമന പേരിട്ട് അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്നു. LDF സർക്കാർ പറയുന്നത് അവരെ ഒരിക്കലും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിക്കരുത്, അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കണം. പക്ഷെ അവർ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, അവർ കാണിച്ചു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാൻ കഴിയില്ല, അവരെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80% ആളുകൾ കുറ്റവാളികൾ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ബലാത്സംഗങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ, പിടിച്ചുപറി, കൊലപാതകം ഇതെല്ലാം ചെയ്തിട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് മറ്റ് ജില്ലകളിൽ ഒളിവിൽ കഴിയുന്നവരാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇവരെ പറ്റി ഒരു രേഖകളോ അല്ലെങ്കിൽ റെക്കോർഡുകളോ ഒന്നും നമ്മുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന കേരള പോലീസിന്റെ ഭാഗത്തോ ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തോ ഇല്ല എന്നത് വലിയൊരു നാണക്കേട് തന്നെയാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഒരു ആക്രമണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴോ മാത്രമാണ് ഇവിടെ പോലീസ് ഇറങ്ങുന്നു, ഇവരെയൊക്കെ പരിശോധിക്കുന്നു, റെയ്ഡ് നടത്തുന്നു, വല്ല ആയുധങ്ങൾ കണ്ടെത്തുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചെയ്യുന്നത്. അത് വെറും ഒരു നാടകം മാത്രമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. പൂജപ്പുര സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെ രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്തു വരികയാണ്. അതോടുകൂടി തിരുവനന്തപുരം ഇപ്പോൾ അതീവ ജാഗ്രതയിൽ, സൈന്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നാവികസേനയുടെ സൈനിക അഭ്യാസം നടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി അത് മിലിറ്ററി ക്യാമ്പിൽ തന്നെ ഉണ്ടാകുന്നത്. ഡിസംബർ 3-നാണ് രാഷ്ട്രപതി മുഖ്യ അതിഥിയായി നാവികസേന ദിനാഘോഷം ത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാനായി നാവികസേന കപ്പലുകൾ ശംഖുമുഖത്ത് എത്തിത്തുടങ്ങുകയാണ്. ഇന്ത്യൻ നാവിക ദിനാഘോഷം ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണെന്ന് ഒരു പ്രത്യേകതയും ഇതിലുണ്ട്. നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുമെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ ശംഖുമുഖത്തെത്തും. ഇതിനിടെയാണ് തിരുവനന്തപുരത്തെ മിലിറ്ററി ക്യാമ്പിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സൈന്യം അതീവ ജാഗ്രതയിലേക്ക് മാറുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ച് കൊൽക്കത്ത സ്വദേശിയായ ബൽമാണി ബറാവു എന്ന യുവാവ് ക്യാമ്പിനുള്ളിലേക്ക് കടന്നത്. കേരളത്തിലേക്ക് ഇയാൾ എത്തിയിട്ട് കുറച്ചധികം കാലമായെന്നും വിവിധ ജോലികൾ ചെയ്തു വരികയാണെന്നും ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. കൊൽക്കത്ത സ്വദേശിയായ 19-കാരൻ ഇന്നലെ രാത്രിയാണ് മിലിറ്ററി ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറിയത്. മിലിറ്ററി ക്യാമ്പിനുള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നാണ് യുവാവ് ക്യാമ്പിനുള്ളിലേക്ക് കയറിക്കൂടിയത്. മിലിറ്ററി സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. പിടികൂടി കസ്റ്റഡിയിലെടുത്ത ശേഷം ബൽമണി ബറാവുവിനെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. യുവാവ് മിലിറ്ററി ക്യാമ്പിന്റെ പ്രധാന കവാടത്തിലൂടെയല്ല, മറിച്ച് മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണ് കടന്നു കയറിയതെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇയാൾ എങ്ങനെയാണ് സുരക്ഷാ വലയം ഭേദിച്ച് അകത്ത് കടന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സൈനിക ഉദ്യോഗസ്ഥർ പിടികൂടിയ ഉടൻ തന്നെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം ഇയാളെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തി കാണിക്കുന്നുണ്ടെന്നും മാനസിക അസ്വസ്ഥത ഉണ്ടെന്നും അത് ബോധ്യമായതിനെ തുടർന്നാണ് പോലീസിന് കൈമാറാൻ തീരുമാനിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. പിടിയിലായ യുവാവ് ബംഗാൾ സ്വദേശിയാണെന്ന് മാത്രമാണ് പോലീസിനോട് ആവർത്തിച്ച് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. ഈ മാനസികമായ വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥത കാണിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു സംശയം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമാണ് എന്നാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് മിലിറ്ററി ഇന്റലിജൻസിന് ഒരു സംശയം തോന്നുന്നത്. കാരണം ഈ പിടിക്കുന്ന പ്രതികളെയൊക്കെ മാനസിക വിഭ്രാന്തിയുണ്ട്, മാനസിക അസ്വസ്ഥതയുണ്ട് എന്നൊക്കെ കാണിച്ച് പോലീസ് വിടുന്നത് അടുത്തിടെ ഉണ്ടായ കുറച്ച് റെയർ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും ഇതുപോലെയാണോ എന്നൊരു സംശയം
ഉണ്ട്. ഇയാൾ കേരളത്തിലെത്തിയത് എങ്ങനെയെന്നും സൈനിക ക്യാമ്പിനുള്ളിൽ അതിക്രമിച്ച് കിടന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പൂജപ്പുര പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. ഇയാൾക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടെന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവാവിന്റെ പശ്ചാത്തലം, യാത്രാ വിവരങ്ങൾ, മാനസിക നില എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് മിലിറ്ററി ഇന്റലിജൻസും സൈന്യവും കാണുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.